ഷ്യാം മെട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മളെ എപ്പിസോഡിൽ മരിയാന ട്രൻസിനെ കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ നിഗൂഢമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ ഒരു പുതിയ ബിസിനസ് കൊണ്ടുവരാണ്. അതാണ് നമ്മുടെ ബെർമുഡ ട്രയാങ്കിൾ. ഒരുവിധം ആൾക്കാർക്ക് അറിയണ്ടാവും എന്താണ് ബെർമുഡ ട്രയാങ്കിൾ. ഒരു എന്താ പറയാ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്ന സാധനമാണ് ബെർമുഡ ട്രയാങ്കിൾ. എന്താണ് അതിന്റെ ഒരു ഉദാഹരണത്തിന് അതിന്റെ മുകളിൽ പോയി കപ്പലും വാഹനങ്ങളും മിസ്സിംഗ് ആവുന്നുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഉള്ളിലത്തെ മിസ്റ്റേക്സ് കാര്യങ്ങളെ കുറിച്ച് ഇതാക്കാൻ വേണ്ടി നമ്മുടെ ഈ എപ്പിസോഡിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വെൽക്കം ടു ശ്യാം ചേട്ടൻ. ശ്യാം ചേട്ടൻ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മരിയാന ട്രൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങളടക്കം അവിടെ നിന്ന് കിട്ടുന്ന ഒരു പുതിയ അറിവാണ് നമുക്ക് അതിന് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബെർമുഡ ട്രയാങ്കിൾ ആണ്. ബെർമുഡ ട്രയാങ്കിളിന്റെ മിസ്റ്റീരിയസ് എന്താണ് അവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ പോകുന്ന വാഹനങ്ങളും അതേപോലെ ഷിപ്പും അതേപോലെ തന്നെ എയർപ്ലെയിനും മിസ്സാവാൻ കാരണം. അപ്പൊ അതിനെ കൂടുതൽ ആകാംക്ഷയോട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ആരൊക്കെ അവിടെ പോയിട്ടുണ്ട്, പോയി തിരിച്ചു വന്നിട്ടുണ്ടോ, അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ശ്യാം ചേട്ടനിൽ നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കാം. ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെവിൾസ് ട്രയാങ്കിൾ എന്ന് പറയും. ഡെവിൾസ് ട്രയാങ്കിൾ കാരണം മനുഷ്യന്മാർക്ക് അതൊരു മിസ്റ്റീരിയസ് ആയിട്ട് അവര് ഹൈപ്പ് ചെയ്തിരിക്കുന്ന സംഭവമാണ് മെയിൻ ആയിട്ട്. അപ്പോ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യം ഇങ്ങനെ ഒരു എന്താ പറയാ ബെർമുഡ ട്രയാങ്കിളിനെ പറ്റിയിട്ട് പറയുന്നത്. ആളുടെ ഒരു ഇതിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ റൂട്ട് ആള് ഇന്ത്യയുടെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെട്ടിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയിട്ടാണ് ആള് പെടുന്നത്. അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസ് പേര് വരുന്നത്. കാരണം സങ്കടപ്പെട്ടിട്ട്, കാരണം ഞാൻ ഇന്ത്യക്ക് വരാൻ പോയിട്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയി പെട്ടല്ലോ എന്നുള്ളത്. അപ്പൊ ആ പോണ റൂട്ടിൽ ആളുടെ കൂടെ കുറെ ക്രിമിനൽസിനെ കൊണ്ടൊക്കെയാ പോയിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ആരും വോയേജിൽ പോകാൻ റെഡിയല്ല. അപ്പോ അവര് പോണ സമയത്ത് അവര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ബെർമുഡ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയും പ്യൂട്ടോറിക്കയും പിന്നെ നമ്മുടെ ബെർമുഡ ഈ പറഞ്ഞതിന്റെ ഇടയിലുള്ള റീജനാണ്. ഈ ഇവിടെ എന്തൊക്കെയോ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളൊരു ആള് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തത് വിൻസെന്റ് ഗാൽഡി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ആള് ഇത് ബുക്ക് എഴുതിയിട്ടുണ്ട്. ചെന്നെങ്കിൽ ഇതിനെ പറ്റിയിട്ട് 1964 ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ബെർമുഡ ട്രയാങ്കിൾ. അതാകും അയാളുടെ ഒരു വിവരണമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ശരിക്കും എന്താണ് ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്റീരി തന്നെയാണ് എന്ന് പറയാം. കാരണം അവിടെ എന്താണെന്നുള്ളത് ആർക്കും ഒരു ഐഡിയ ഇല്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു പൈലറ്റ് ആ ഏരിയയിൽ പോയിട്ട് എസ്കേപ്പ് ആയി വന്നു. ആള് പറയുന്നത് വോർട്ടെക്സ് ട്രയാങ്കിൾ മാതിരി എന്തോ സംഭവം ഉണ്ട്. അതിൽ കൂടെ ട്രാവൽ ചെയ്ത് ടൈം ട്രാവലിൽ കൂടെ കയറി വാർപ്പായിട്ട് വേറെ ലോകത്തേക്ക് പോയി എന്നിട്ട് തിരിച്ചു വന്നു എന്ന് ആള് എഴുതിയിട്ടുണ്ട് കഥകൾ. അപ്പോ ബെർമുഡ ട്രയാങ്കിൾ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ ആംഗിളും നോക്കുകയാണെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം ആവാം. ഒരു ഡൗട്ട് ബെർമുഡ ട്രയാങ്കിൾ എന്തെങ്കിലും മാഗ്നറ്റിക് പവർ ആണോ, അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർപ്ലെയിൻ അതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു അമാനുഷികമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിന് കുറെ വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വിശ്വസിക്കാൻ പറ്റുമോ, ട്രസ്റ്റബിൾ ആണോ, ഇനിയും ഒരു ചോദ്യചിഹ്നമായി കിടന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഇത് അവിടെ ഓൾറെഡി ഇപ്പോ ഒരു 50 ഷിപ്പ് കാണാണ്ടായിരുന്നു, ഒരു 20 പ്ലെയിൻസ് അവിടെ ആ ഏരിയയിൽ കാണാണ്ടായിരുന്നു. ഇനി ബെർമുഡ ട്രയാങ്കിളിന്റെ റീസൺ കൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്? ഇല്ല ഒന്നും അങ്ങനെയല്ല, ഡിസപ്പിയർഡാ എന്നാ അങ്ങനെയാ പറയുന്നത്. ഡിസപ്പിയർഡാ പറയുന്നത്. അപ്പോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പല എക്സ്പ്ലനേഷൻ എടുക്കണം. പാരനോർമൽ ആവാം, മാഗ്നറ്റിക് എർത്തിന്റെ പ്രോപ്പർട്ടി ഇതിന്റെ ഓറിയന്റേഷന്റെ മുകളിലാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹ്യൂമൻ എറർ കൊണ്ടാവാം. പക്ഷെ ഒന്നും ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഷിപ്പും നമ്മുടെ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞ ഒരു നാവിഗേഷൻ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അത് എപ്പോഴും ട്രൂ നോർത്തിലേക്ക് ഉള്ള ഒരു മാരിനസ് കമ്പാസ് പോലത്തെ സാധനമാണ്. അപ്പൊ അതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡിന്റെ മുകളിലാണ് ഈ ട്രൂ നോർത്ത് എപ്പോഴും പ്ലോട്ട് ആവുന്നത്. അപ്പൊ ഇത്രയും ഡിഗ്രികൾ ഇത്രയും സമയത്ത് ഇത്രയും ടിൽറ്റ് ചെയ്യണം, ഹെഡ് അതിന്റെ ടിൽറ്റ് ചെയ്യണം ട്രൂ നോർത്തിൽ നിന്നുള്ള ഒരു ഇതിലാണ് നാവിഗേഷൻ നടക്കുന്നത്. അപ്പോ ഈ പറയുന്ന സ്ഥലത്ത് വരുമ്പോ ചിലപ്പോ ഇങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. നീങ്ങി വരുന്ന സ്ഥലത്ത് വരുമ്പോ
അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലോ എന്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ റേഡാർ കൂടി ചിലപ്പോൾ വർക്ക് ചെയ്യാതെ മാഗ്നറ്റിക് പവർ റേഡാർ സൗണ്ട് മനസ്സിലായിട്ട് റഡാറല്ല, റഡാർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേഡിയോ ഇതാണ്. റേഡിയോ നേരെ പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഒരു നമ്മുടെ ഒരു വടക്ക് നോക്കിയ യന്ത്രം. അപ്പൊ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മള് മെയിനായിട്ട് അതിനോട് നമ്മള് ഒരു കാലത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ. അന്ന് കാലത്താണ് ഇത്രയും അധികവും നമുക്ക് ഡിസപ്പിയറൻസ് നടന്നിട്ടുണ്ട്. ഇന്നില്ല, അന്ന് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ഉള്ള നമ്മുടെ ഈ നോർത്തിന് ഉള്ളത് ഇതായിട്ട് റിഫ്ലക്ട് ആയിട്ട് അത് നോർത്ത് വേറെ ഡിഗ്രി എവിടെയെങ്കിലും കാണിക്കണ്ടാവും. അപ്പൊ ഷിപ്പുകൾ തിരിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയെങ്കിലും പോയി വല്ല കല്ലുമല്ല ഇടിച്ച് എന്താ പറയുക ആക്സിഡന്റ് സ്വാഭാവിക ആയി കാണണം എന്താണ് എനിക്ക് തോന്നുന്നത്. എന്തും നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റിട്ടില്ല. എന്താണ് കാരണം ഇപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ട് അത് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ കിടക്കുന്നത്. അവിടെ ഏലിയൻസ് ഉണ്ടോന്ന് ചിലവർ പറയുന്നു. പ്രോബബ്ലി ഉണ്ടാവാം. നമ്മൾ ഒരു മിസ്റ്റീരിയസ് സംസാരിക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഓരോ മിസ്റ്റീരിയസ് നമ്മുടെ ഭൂമിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മിസ്റ്റീരിയസ് ആണ് നമുക്കറിയുന്നത്. അപ്പൊ മിസ്റ്റീരിയസിന് കൂടെ അപേക്ഷിച്ച് പോകാനായിട്ടും ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥ നമുക്ക് കാലാവസ്ഥ വ്യതിയാനം ഒരു ചർച്ചാ വിഷയമാണ്. ഇപ്പൊ ചില ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ കർഷകനും ഇപ്പോൾ ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴാണ് മഴ വരുന്നത്, ഏത് സമയത്താണ് വേനൽക്കാലാവസ്ഥ വരുന്നത്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഞ്ഞ് ഉരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെയൊക്കെ രീതിയിലേക്ക് ഇനിയും ഭൂമി ഏത് രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, എന്തൊക്കെ രീതിയിലുള്ള ഇനിയും നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യണം. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഇനിയും ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇനിയും കൂടുതൽ ആകാംക്ഷയോടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥ മാറ്റം. ഉദാഹരണം നമ്മുടെ അന്റാർട്ടിക്ക നമ്മളിപ്പോൾ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കണം. മഞ്ഞ് ഉരുകി കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്കൊരു കരയിലുള്ള അതായത് ഭൂമിയെ എങ്ങനെ ബാധിക്കും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് ഇതിലും കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സൈനിങ് ഓഫ് നിജേഷ് ആൻഡ് ഷാമേട്ടൻ. താങ്ക് യു.